നോക്കാം. ഒരു തരത്തിലുള്ള ഒരു ആഡംബരങ്ങളും ഒന്നുമില്ലാതിരുന്ന ഒരു കല്യാണം. എന്തായിരുന്നു അങ്ങനെ ഒരു? ഇത് കോവിഡ് കാലമായിരുന്നല്ലോ. അതുകൊണ്ട് ആൾക്കാർ കൂടാൻ പാടില്ല എന്നൊക്കെ നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആഡംബരം കുറച്ചതെന്നാണോ? അല്ല, അപ്പൊ അത് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ കഴിഞ്ഞിട്ട് വേറെ സമയത്ത് ഇതിന്റെ പാർട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും മകൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. സ്വർണ്ണിടാനോ വലിയ പാർട്ടി നടത്താനോ അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. അത് അപ്പാന്നാ വിളിക്കുക തന്നെ. എന്താന്ന് വെച്ചാൽ ചെയ്തോ, കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കുക, കുറച്ച് പാവങ്ങളുടെ കല്യാണം നടത്തി. അപ്പൊ പിന്നെ അങ്ങനെ ഒരു സമൂഹ വിവാഹം നടത്തിയാലോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. കുറെ പേർക്ക് 10 പവൻ വെച്ച് കൊടുത്തിട്ട് ഒരു 101 പേരെ വിളിച്ചിട്ട് ആളുടെ ഒപ്പം എല്ലാവരും കൂടെ ഒരു അങ്ങനെയൊക്കെ ആലോചിച്ചു. ആ കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് അതൊന്നും പറ്റിയില്ല, സാധിച്ചില്ല. അങ്ങനെ ഉള്ള ഒരു ഇതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തിലുള്ള കല്യാണങ്ങൾക്ക് പോകുമ്പോഴും എവിടെ പോയാലും എപ്പോഴും ബോച്ചയുടെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? എന്ത് അപ്പൊ ഈ ഒരു കോസ്റ്റ്യൂമിന് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നടിക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തി എന്ന പരാതിയിൽ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന പ്രതികരണവുമായി ബോബി ചെമ്മണ്ണൂർ. കേസിലെ അറസ്റ്റ് നടപടികൾക്കായി പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നടി ഹണി റോസിന്റെ പരാതിയിൽ കേസെടുത്ത എറണാകുളം സെൻട്രൽ പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. വയനാട്ടിലെ ഫാം ഹൌസിൽ നിന്ന് കാറിൽ പുറത്തേക്കിറങ്ങിയപ്പോൾ പുറത്ത് കാത്തിരുന്ന പോലീസ് സംഘം കാർ വളഞ്ഞ് ബോബിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോകുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് തടയാനായിരുന്നു പോലീസിന്റെ ഈ അതിവേഗ നീക്കം. ഫാം ഹൌസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ പിന്നീട് AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. അവിടുന്ന് പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം കൊച്ചിയിലെത്തിയത്. ബോബിയെ കൊണ്ടുവരുന്നതറിഞ്ഞ മാധ്യമപ്രവർത്തകരും ജനങ്ങളും പോലീസ് സ്റ്റേഷന് സമീപം ഉണ്ടായിരുന്നു. തുടർന്ന് തിരക്കിനിടയിലൂടെ പോലീസ് പ്രതിയെ പുറത്തിറക്കി സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയി. ഭാരതീയ ന്യായ സംഹിതയിലെ 75-ാം വകുപ്പ്, IT ആക്ടിലെ 67 വകുപ്പ് എന്നിവ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കുമെന്നാണ് വിവരം. അതിനിടെ കേസിലെ പരാതിക്കാരിയായ നടി ഹണി റോസ് ബുധനാഴ്ച വൈകിട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് നടി രഹസ്യമൊഴി നൽകിയത്. കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് പോലീസ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസ് നടപടിയിൽ ഹണി റോസ് നന്ദി അറിയിച്ചു. കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം. ഇപ്പൊ കുറച്ച് ഡിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് ഒരു ഗാർമെന്റ് ഫാക്ടറി ഉണ്ട് തിരുപ്പൂര്. അപ്പൊ അവിടെ പല സാധനങ്ങളുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പലതും ഫിജി കാർഡിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഇത് കുറെ പേര് ഇത് ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ മുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പിൾസ് ചെയ്യിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിപ്പോ ചെയ്തതാണോ ഈ ഒരു റൈറ്റിംഗോട് കുറച്ചായിട്ടുള്ളൂ ഇപ്പൊ? ഓക്കെ. മറിനോട് കണ്ടോ ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം മുണ്ടിൽ ഇങ്ങനെ ചെയ്തതും ഈ ഒരു ഡിസൈൻ ഉള്ള സമയത്തില്ല, ആ സമയത്ത് പ്ലെയിനാ. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള കുറെ ഫോട്ടോസും കുറെ കാര്യങ്ങളും ഇതെല്ലാം അന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു യുണീക്ക് ഒരു ഐഡിയ ഞാൻ ചെയ്യുന്നതില് അങ്ങനെ ഒരു അങ്ങനെ എനിക്ക് ഫുൾ ഫ്രീഡം തന്നുണ്ട്, വളരെ ക്ലോസ് ആണ്. അപ്പൊ ഞാൻ പലതും ചെയ്യാറുണ്ട്. അങ്ങനെ അയച്ചു കൊടുക്കും സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ആളിങ്ങനെ സൈനൊക്കെ ഇട്ടിട്ട് അയക്കും. വളരെ നല്ല ക്ലോസ്. കാരണം ഒരുപാട് നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ എല്ലാത്തിലും തന്നെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഓക്കെ. ഇനിയിപ്പം ഈ ഹെഡ് ബാൻഡ് വെച്ചിരിക്കുന്നതിന്റെ ഇതോ ബോച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ യാചകയാത്ര തുടങ്ങിയപ്പോ ഈ മുടി ഇങ്ങനെ പാറ് ഒരു മൊത്തക്കൊക്കെ വരുമല്ലോ, അപ്പൊ ബുദ്ധിമുട്ടാ. അപ്പൊ ഞാന് ഈ ബാൻഡും പിന്നെ ഇവിടെ ഇതും അതെന്താ അത് ഈ മുടി വെക്കുന്നത് കണ്ടിട്ടില്ലേ? ബിഗ് അല്ല, ഈ എന്താ ഹെയർ ബാൻഡ്. ഓ ഞാൻ വിചാരിച്ചു അതിന്റെ കൂടെ അല്ലല്ല, ബിഗ് ഒന്നും ഇല്ല, എല്ലാം ഒറിജിനലാണ്. മുടി ഇനിയും വളരണമെങ്കിൽ ഈ ബോച്ച ഹെയർ ഓയിൽ തേച്ചാൽ മതി. പുതിയ സാധനം ഇറങ്ങുന്നുണ്ട്, പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരാൻ എയർ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്.
അതെ, പിന്നെ ബോച്ചെ എനർജി ഡ്രിങ്ക്, ഇത് രണ്ടുമാണ് ഇനിയിപ്പോ പുതിയതായിട്ട്. അതിപ്പോ എന്നത്തേക്കായിരിക്കും അതിന്റെ അടുത്ത ലോഞ്ചിങ്? മാസം ഉണ്ടാവും. ഇപ്പൊ ഈ ബോച്ചെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ടല്ലോ, ബോച്ചെ പാർട്ട്ണർ എന്നുള്ള ബ്രാൻഡില് ഫ്രാഞ്ചൈസി കടകൾ കൊടുക്കുന്നുണ്ട്. ഒരു 9000 ഫ്രാഞ്ചൈസി എൻക്വയറി വന്നിട്ടുണ്ട്. അത് ഇപ്പൊ 7 ഞാൻ ഉദ്ഘാടനം ചെയ്തു ബോച്ചെ ടീയുടെ. ഇനി ബാക്കി എല്ലാ ജില്ലയിലും 10 വെച്ചാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പൊ ആ കടയില് ബോച്ചെ ടീ പ്ലസ് ഹെയർ ഓയിൽ പ്ലസ് ബോച്ചെ എനർജി ഡ്രിങ്ക്, ഇത് 3 അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കോളിലേക്ക് ഒന്ന് പോവാം. നമ്മളെയൊക്കെ തോന്നിവാസികൾ എന്നാ വിളിക്കുന്നത്, കാരണം നമ്മളൊക്കെ തോന്നുന്നത് ചെയ്യുന്നവരാണ്. എന്താ ബോച്ചയുടെ അതിനകത്ത് തന്നെ എഴുതി വെച്ചിരിക്കണത് തോന്നിവാസി. അത് നമ്മള് തുടക്കത്തിൽ നമ്മൾ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ അതിനെ കുറിച്ച് ബോച്ച ഒന്ന് ഹിന്റ് ചെയ്തിരുന്നു, നമുക്ക് തോന്നുന്നത് ചെയ്യുന്നത് കൊണ്ടാണല്ലോ എന്നുള്ളത്. അതെ, ഇങ്ങനത്തെ ഓരോ ഐഡിയാസും ഇതൊക്കെ എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും തോന്നുമ്പം അങ്ങനെ ഒരു ഇത് ചെയ്യാം അപ്പൊ തന്നെ പ്രീ പ്ലാൻഡ് അല്ല ഒന്നും. ഇതിപ്പോ അവിടെ പോയി ഒരു എസ്റ്റേറ്റ് അവിടെ ഇങ്ങനെ കറങ്ങി കമ്പനിക്ക് അടിച്ചു നോക്കുമ്പോ അവിടെ ജീപ്പൊക്കെ ഉള്ള പിള്ളേരുണ്ട്, ഇങ്ങനെയൊക്കെ പോണ അവരുണ്ട്. അപ്പൊ അവരെടുത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണ കണ്ടപ്പോ അതിൽ കയറിയിരുന്ന് അങ്ങനെ ആ നേരത്തെ തോന്നുന്ന ഓരോന്നും അപ്പൊ തോന്നി അതങ്ങ് ചെയ്യുന്നു. നിമിഷകവി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബോച്ചയുടെ ആ ഒരു ആക്ഷനും ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ബോച്ച തന്നെ അത് വെൽക്കം ചെയ്യുന്നു. ആ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത് തോന്നിവാസി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലാണ്. ഞാൻ ഇതേപോലെ തന്നെ ഞാൻ വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പേര് പറയാം. അപ്പൊ അവർക്ക് പറ്റുന്ന ഇതേപോലത്തെ ഒരു ടൈറ്റിൽ പെട്ടെന്ന് മാച്ച് ചെയ്യുന്നുള്ളവരെന്ന് പറയാമോ? അവർക്ക് പറ്റുന്ന ടൈറ്റിൽ, അവരുടെ പേരിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ടൈറ്റിൽ. സിനിമാക്കാരുടെ ആണോ? സിനിമാക്കാരുടെ. ഈ സിനിമാക്കാരായിട്ടുള്ള അടുപ്പം കളയണോ ഞാൻ? അങ്ങനെ ഒന്നുമില്ല, വെറുതെ ഇതായിട്ട് നോക്കാം. പറ്റുന്നാളെ പറയാലേ പറയില്ല. അപ്പൊ ആദ്യത്തെ സുരേഷ് ഗോപി എന്തായിരിക്കും ഒറ്റ ഇതേപോലെ ഒരു ടൈറ്റിൽ കൊടുക്കാനാണെങ്കിൽ എന്ത് ടൈറ്റിലായിരിക്കും സിനിമയ്ക്കാണോ? അല്ലല്ല, സുരേഷ് ഗോപി. ഇപ്പൊ കണ്ടോ, നമ്മളിപ്പോ ബോച്ചയ്ക്ക് തോന്നിവാസി എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കണ്ടില്ലേ? അതേപോലെ സുരേഷ് ഗോപി എന്ന് പറയുകയാണെങ്കിൽ ബോച്ച എന്ത് ടൈറ്റിലായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടാവുക? ഞാനത് അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് പുള്ളിയെ കുറിച്ച് വരുന്നത് അതൊരു സെന്റൻസ് ആയില്ലേ, ഒരു ടൈറ്റിൽ. ഇതേപോലെ ഒരൊറ്റ വാക്ക്, ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ തോന്നിവാസി ബോച്ചേടനകത്ത് കണ്ടോ, ആക്ഷനിൽ ആ പിക്ചറിൽ വന്നപ്പോ അവിടെ തോന്നിവാസി അതായിരുന്നു അതിന്റെ ടൈറ്റില്. അതേപോലെ സുരേഷ് ഗോപി വന്ന് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തൊരു ടൈറ്റിൽ ആയിരിക്കും? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറയണ്ട. ഓക്കെ, ശരി. കാരണം അതൊക്കെ നമ്മൾ ഈ എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നോണ്ട്. അല്ല, ഞാൻ തമാശക്ക് പറയാം, ആൾക്കും തമാശയായിട്ട് എടുക്കാൻ പറ്റുമായിരിക്കാം. എന്നാലും ചിലപ്പോ ആൾക്കാരാവും ഇത് ചൊറിഞ്ഞോണ്ടിരിക്കുക. സെൻസ് ഉള്ളവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. ഇതിന്റെ ഇടയിൽ കുറെ പേര് ഇരുന്നിട്ട് അതെടുത്തിട്ടിട്ട് ഇനി നാളെ വൈറലാക്കി അവസാനം ശത്രുത ഉണ്ടാക്കാൻ നോക്കും. വെറുതെ വേണ്ട. ശരി, നമുക്ക് ആ ഒരു സെഗ്മെന്റ് വേണ്ട, വിട്ടേക്കാം. ഇനി പോച്ചേ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാണിക്കും. ആ ഫോട്ടോ എന്താണെന്ന് പെട്ടെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി, ഓരോ ഫോട്ടോസും. ഇത് നമ്മുടെ പട്ടിപിടുത്തം.